ഹായ് എല്ലാവർക്കും PSC സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാം ഡേറ്റ് അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ പഠനം ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് നമ്മുടെ പഠനം മുടങ്ങുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കുറച്ച് ദിവസമായിട്ട് ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ പഠിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, പഠിച്ച കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാനുള്ളത് പെൻഡിങ് വന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഈ 2 hours ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. കാരണം എന്നെ കേൾക്കുന്ന പലരും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പലർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്, കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയതിൽ. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു 23 ദിവസത്തെ റിവിഷൻ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു സ്റ്റഡി പാറ്റേൺ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ റിവിഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. May 1 മുതൽ നമ്മൾ May 23 വരെ റിവിഷൻസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മോഡൽ ചോദ്യം പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നിങ്ങൾ കിട്ടുന്ന സമയം നിങ്ങളിപ്പോൾ ഇപ്പോൾ 2 hours എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 1 hour ആണെങ്കിൽ കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, നമ്മൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഏതൊരു പ്രയാസമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഉയർന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. എപ്പോഴും നമ്മൾ മെൻ്റലിയും നമ്മൾ ഫിസിക്കലിയും നമ്മൾ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അലസമായിട്ട് നമ്മുടെ സമയം കളയാണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളും സമയവും നമ്മൾ മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കൂടുതലും ഞാൻ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്കിനി റിവിഷനും കൂടി ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സെറ്റായി എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്നോടൊപ്പം ഇതുവരെ ഫോളോ ചെയ്തവർക്കാണെങ്കിലും ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോസ് എല്ലാം തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് കാണിക്കുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണത്. അതിൽ ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്ന PSC ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. പിന്നെ മുൻവർഷ ചോദ്യ പേപ്പർ അടങ്ങുന്ന ഒരു PSCയുടെ ഒരു റാങ്ക് ഫയൽ കൂടി ഞാനൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ മെറ്റീരിയൽസിൽ നിന്ന് മാക്സിമം ടോപ്പിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പഠിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സും കൂടി ഒപ്പം ഈ നമ്മൾ GK പോർഷൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കറണ്ട് അഫേഴ്സ്. നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കായികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് ചലച്ചിത്ര അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. അതുപോലെ 2021, 22, 23, 24 ഈ 4 വർഷത്തതും ഇപ്പോൾ PSC കറണ്ട് അഫേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. May 1 മുതൽ May 23 വരെയുള്ള ഒരു ചെറിയൊരു ടൈം ടേബിൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫോക്കസ് കൊടുത്തിട്ട് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക. കാരണം ഒത്തിരി വാരി വലിച്ച് പഠിക്കാണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കാനായിട്ട് ഇനിയുള്ള ടൈമിൽ സമയം കണ്ടെത്തുക. ഇനി ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് നമ്മൾ റിപ്പീറ്റായിട്ട് തന്നെ നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കണം കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ കയ്യിലുള്ളവർ അതെന്തായാലും നിങ്ങൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ഒരു അരമണിക്കൂറായാലും ഡെയിലി നിങ്ങളത് വായിക്കുക. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ മുൻപ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന നോട്ട്സിൽ നിന്നെല്ലാം, കാരണം ഒരുപാട് യൂട്യൂബും അതുപോലെ ഞാനിപ്പോൾ ഒരു സെൽഫ് സ്റ്റഡിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മനസ്സാണ് കേട്ടോ. അവരെ അടക്കിയിരുത്താനൊക്കെ നമുക്കിതുപോലെ നമ്മുടെ ബുക്കുകളൊക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയുടെ വീറ്റോയുടെ ഒരു ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് റിട്ടുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായാലും ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് റിട്ടുകൾ.
മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് എന്ത്? റിട്ടുകളെന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. 32-ാം അനുച്ഛേദം അനുസരിച്ചാണ് എന്ത്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ 226-ാം അനുച്ഛേദം അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ 226-ാം അനുച്ഛേദം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. റിട്ടുമായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ നമ്മൾ നോക്കി വെക്കണം, കാരണം ഇത് മുൻവർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൃശ്യ സിനിമയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട് കേട്ടോ. കാണാതായിപ്പോയ മകനെ തേടി എത്തുന്ന ഒരു അച്ഛനോടും അമ്മയോടും ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ കണ്ടെത്താനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം, അതിന് ഹേബിയസ് കോർപ്പസ് എന്ന് പറയും. എന്താണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ മാൻഡമസ് ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സ് ആയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക. അടുത്തത് കോ വാറൻറ്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് കോ വാറൻറ്റോ. ഇതിനർത്ഥം എന്ന് പറയുന്നത് എന്ത്? അധികാരം എന്നാണ് കേട്ടോ. അടുത്തത് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് പ്രാഥമികമായി തടയുന്ന റിട്ടാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സെർഷ്വറി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് എന്ത്? സെർഷ്വറി. അപ്പോൾ ഈ റിട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, റിട്ടുകൾ പഠിക്കുന്നതായിട്ട്. അതൊരു ചോദ്യം നമുക്ക് നോക്കാവേ. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? എ. മതിലുകൾ, ബി. ഇരുട്ടിൻ്റെ ആത്മാവ്, സി. രണ്ടിടങ്ങഴി, ഡി. രണ്ടാം മൂഴം. ഇവിടെ ആൻസർ വരുന്നത് ഇരുട്ടിൻ്റെ ആത്മാവാണ്. അതുപോലെ നമുക്ക് വേറെ കഥാപാത്രവും കൃതിയും കർത്താവും നോക്കാം. വൈത്തിപ്പട്ടർ എന്ന കഥാപാത്രം ശാരദ എന്ന കൃതിയിൽ ചന്തുമേനോൻ എഴുതിയതാണ്. ക്ലാസിപ്പർ എന്ന് പറയുന്ന കഥാപാത്രം കൃതി കയറാണ്, തകഴി എഴുതിയതാണ്. ഭീമൻ എന്ന കഥാപാത്രം രണ്ടാം മൂഴം എന്ന കൃതിയിലെ MT വാസുദേവൻ നായർ എഴുതിയതാണ്. കർണൻ എന്ന കഥാപാത്രം PK ബാലകൃഷ്ണൻ എഴുതി ഇനി ഞാൻ ഉറങ്ങട്ടെ. അതുപോലെ പപ്പു ഓടയിൽ നിന്ന് P. കേശവദേവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഋഷി എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അനിർഷി, വിനിഷ്ട്രി, രാജാവ്, രാക്ഷസൻ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അതായത് ഋഷി എന്ന പദത്തിൻ്റെ വിപരീത പദം നമുക്ക് നോക്കാം. ഋഷി എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ്, അതായത് വിപരീത പദം എന്ന് പറയുന്നത് അനർഷി എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ടത് ഉദ്ധാരണൻ, അതിൻ്റെ വിപരീതം കൃപണൻ. ഉദ്ഗ്രഥനം, അപഗ്രഥനം. ഉദ്ധതം, സൗമ്യം. ഉന്മധ്യം, നതമധ്യം. ഉന്മീലനം, നിമീലനം. ഒന്നുകൂടി നോക്കാം. ഋഷി എന്നതിൻ്റെ വിപരീത പദം അനർഷി എന്നാണ്. ഉദാഹരണൻ കൃപണൻ, ഉദ്ഗ്രഥനം അപഗ്രഥനം, ഉദ്ധതം സൗമ്യം, ഉന്മധ്യം നവതമധ്യം, ഉന്മീലനം നിമീലനം. അതുപോലെ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളും കൂടെ നോക്കാം. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കാക്രാപാറ ഗുജറാത്ത്, കൽപ്പാക്കം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്, കോട്ട രാജസ്ഥാൻ, താരാപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്ടിലും ആണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് മെയ് 1-ാം തീയതിയിൽ നമ്മൾ കൊടുത്തിരുന്ന ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സും മാത്സിലെ മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും മലയാളം PYQമാണ് നോക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ഡേ 2, അതായത് മെയ് 2-ന് നമ്മൾ കറണ്ട് അഫയേഴ്സും മാത്സിൽ PYQ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതുപോലെ കമ്പ്യൂട്ടറിൽ സൈബർ ലോ ആൻഡ് സൈബർ ക്രൈമുമാണ് പഠിക്കാനായിട്ട് കൊടുത്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി നോക്കാം.
സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് എവിടെയാണ്? ഏറനാട്, മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ചെറുകിട സംരംഭകരെയും കർഷകരെയും പിന്തുണയ്ക്കുന്നതിനായി ബനാക്കൈഫ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മിസോറാം. അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റീയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റേത്? ഗാരൻസ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം.